ചോദ്യം 1. ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 28-ന്. ചോദ്യം 2. ഇന്ത്യയിൽ ഏത് വർഷം മുതലാണ് ദേശീയ ശാസ്ത്രദിനം ആഘോഷിച്ചു തുടങ്ങിയത്? ഉത്തരം 1987 മുതൽ. ചോദ്യം 3. ഇന്ത്യയിൽ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം CV രാമൻ്റെ രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ട ദിനമാണ് ഫെബ്രുവരി 28. രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം ഏത്? ഉത്തരം 1928 ഫെബ്രുവരി 28-ന്. ചോദ്യം 5. ലോക ശാസ്ത്രദിനം എന്നാണ്? ഉത്തരം നവംബർ 10. നവംബർ 10-നാണ് ലോക ശാസ്ത്രദിനം. ചോദ്യം 6. CV രാമൻ്റെ കണ്ടെത്തൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉത്തരം രാമൻ പ്രഭാവം അഥവാ രാമൻ ഇഫക്റ്റ്. ചോദ്യം 7. CV രാമൻ്റെ കണ്ടുപിടുത്തം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഉത്തരം പ്രകാശത്തിൻ്റെ വിസരണം. ചോദ്യം 8. ഭൗതികശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം CV രാമൻ. CV രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷം എന്ന്? ഉത്തരം 1930. ചോദ്യം 10. CV രാമൻ്റെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ. ചോദ്യം 11. CV രാമൻ ജനിച്ചത് എവിടെയാണ്? ഉത്തരം തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ. ചോദ്യം 12. CV രാമൻ ജനിച്ചത് എന്നാണ്? ഉത്തരം 1888 നവംബർ 7-ന്. CV രാമനെ നോബൽ സമ്മാനത്തിന് അർഹനാക്കിയ കണ്ടുപിടുത്തം ഏതാണ്? ഉത്തരം രാമൻ പ്രഭാവം അഥവാ രാമൻ ഇഫക്റ്റ്. ചോദ്യം 14. ഏറ്റവും ഭാരം കൂടിയ മൂലകം ഏതാണ്? ഉത്തരം സീസിയം. ഏറ്റവും ഭാരം കൂടിയ മൂലകം സീസിയം ആണ്. ചോദ്യം 15. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ആണ്. ചോദ്യം 16. ആദ്യമായി ഊർജതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം CV രാമൻ. ചോദ്യം 17. ആകാശവും ആഴക്കടലും നീലനിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം എന്താണ്? ഉത്തരം വിസരണം. ചോദ്യം 18. കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം CV രാമൻ. ചോദ്യം 19. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണമായ ക്വാണ്ടം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ഫോട്ടോൺ. ചോദ്യം 20. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. ചോദ്യം 21. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം CV രാമൻ. ചോദ്യം 22. ഫിസിക്സിൽ ആദ്യമായി നോബൽ പുരസ്കാരം നേടിയ ഏഷ്യക്കാരൻ ആരാണ്? ഉത്തരം CV രാമൻ. ചോദ്യം 23. CV രാമന് ഭാരതരത്നം ലഭിച്ച വർഷം? ഉത്തരം 1954. ചോദ്യം 24. 1954 CV രാമനോടൊപ്പം ഭാരതരത്ന പുരസ്കാരം നേടിയവർ ആരെല്ലാമാണ്? ഉത്തരം C രാജഗോപാലാചാരി, ഡോക്ടർ S രാധാകൃഷ്ണൻ. ചോദ്യം 25. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. 1913 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ചോദ്യം 26. വൈദ്യുത സെൽ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം വോൾട്ട. വൈദ്യുത സെൽ കണ്ടുപിടിച്ചത് വോൾട്ടയാണ്.
ചോദ്യം 27. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്? ഉത്തരം മെർക്കുറി. മെർക്കുറിയാണ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം. ചോദ്യം 28. ശബ്ദത്തേക്കാൾ വേഗത കൂടിയ വിമാനം ഏതാണ്? ഉത്തരം സൂപ്പർ സോണിക് വിമാനം. സൂപ്പർ സോണിക് വിമാനങ്ങൾക്ക് ശബ്ദത്തേക്കാൾ വേഗത കൂടുതലാണ്. ചോദ്യം 29. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ട്രാൻസിസ്റ്റർ. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ട്രാൻസിസ്റ്ററാണ്. ചോദ്യം 30. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം വർണ്ണാന്ധത. വർണ്ണാന്ധത ഡാൾട്ടനിസം എന്ന പേരിലും അറിയപ്പെടുന്നു. ചോദ്യം 31. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ്? ഉത്തരം അപ്സര. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് അപ്സര. ചോദ്യം 32. സൂര്യാസ്തമയം കഴിഞ്ഞ് അല്പസമയത്തേക്ക് കൂടി സൂര്യനെ കാണുന്നതിന് പിന്നിലെ പ്രതിഭാസം എന്താണ്? ഉത്തരം അപവർത്തനം. ചോദ്യം 33. ISRO സ്ഥാപിതമായ വർഷം എന്ന്? ഉത്തരം 1969. ചോദ്യം 34. CV രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂർ. ബാംഗ്ലൂരിലാണ് CV രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം 35. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഹോമി ജെ ഭാഭ. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ഭാഭയാണ്. ചോദ്യം 36. കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം സോണാർ. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ചോദ്യം 37. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? ഉത്തരം ഡെസിബൽ. ചോദ്യം 38. 2013 മുതൽ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി രാമൻ പ്രഭാവത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം ഇൻ്റർനാഷണൽ ഹിസ്റ്റോറിക് കെമിക്കൽ ലാൻഡ്മാർക്ക്. ചോദ്യം 39. ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? പ്രകാശത്തിൻ്റെ വിസരണം. ചോദ്യം 40. പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം തോമസ് യങ്. തോമസ് യങ് ആണ് പ്രാഥമിക വർണ്ണങ്ങളായ പച്ച, നീല, ചുവപ്പ് എന്നിവ കണ്ടെത്തിയത്. ചോദ്യം 41. പ്രോട്ടോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്. ചോദ്യം 42. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം JJ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. ചോദ്യം 43. ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ചാഡ്വിക്. ചോദ്യം 44. പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം പച്ച, നീല, ചുവപ്പ്. ചോദ്യം 45. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? ഉത്തരം ഓസ്മിയം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയമാണ്. ചോദ്യം 46. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ്? ഉത്തരം ലിഥിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ചോദ്യം 47. ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ നിറം ഏതാണ്? ഉത്തരം ചുവപ്പ്. ചോദ്യം 48. ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞ നിറം അഥവാ വർണ്ണം ഏതാണ്? ഉത്തരം വയലറ്റ്. ചോദ്യം 49. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5. ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം. ചോദ്യം 50. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 28. ജൂലൈ 28-നാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനം. ചോദ്യം 51.
ലോക മണ്ണ് ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 5. ഡിസംബർ 5-നാണ് ലോക മണ്ണ് ദിനം. ചോദ്യം 52. ഓസോൺ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16-നാണ് ഓസോൺ ദിനം ആചരിക്കുന്നത്. ചോദ്യം 53. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസനാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. ചോദ്യം 54. ISROയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISROയുടെ പൂർണ്ണരൂപമാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ചോദ്യം 55. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം APJ അബ്ദുൽ കലാം. ചോദ്യം 56. ദേശീയ ശാസ്ത്രദിനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഉത്തരം ശാസ്ത്രീയ ഗവേഷണവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി. ചോദ്യം 57. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ജോസഫ് പ്രീസ്റ്റ്ലി. ജോസഫ് പ്രീസ്റ്റ്ലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. ചോദ്യം 58. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ചോദ്യം 59. 2024 ശാസ്ത്രദിനത്തിൻ്റെ പ്രമേയം അഥവാ തീം എന്താണ്? ഉത്തരം ഇൻഡിജിനസ് ടെക്നോളജീസ് ഫോർ വികസിത് ഭാരത്. ചോദ്യം 60. 2025 ദേശീയ ശാസ്ത്രദിനത്തിൻ്റെ തീം എന്താണ്? ഉത്തരം എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ വികസിത് ഭാരത്. ചോദ്യം 61. ചാന്ദ്രദിനം എന്നാണ് ആഘോഷിക്കുന്നത്? ഉത്തരം ജൂലൈ 21. ജൂലൈ 21-നാണ് ചാന്ദ്രദിനം ആഘോഷിക്കുന്നത്. ചോദ്യം 62. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ചോദ്യം 63. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം ഏതാണ്? ഉത്തരം 1969. 1969-ലാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ്. ചോദ്യം 1. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ചോദ്യം 2. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.